ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രഞ്ചുകാരുടെ ഒരു ഫേവറേറ്റ് ഡിഷാണ് ക്രം ബ്രൂലെ. പേര് കേട്ടിട്ട് നിങ്ങൾ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണെന്നൊന്നും വിചാരിക്കേണ്ട. നമുക്ക് ഏത് സാധാരണക്കാർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനാദ്യം വേണ്ടത് കുറച്ച് പാലാണ്. സാധാരണ ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പിയിൽ അവർ ക്രീമാണ്, ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യുക. പക്ഷെ നമുക്ക് സാധാരണക്കാർക്ക് പെട്ടെന്ന് ചിലപ്പോൾ അടുത്തുള്ള കടയിൽ പോയി കഴിഞ്ഞാൽ ഫ്രഷ് ക്രീം കിട്ടണമെന്നില്ല. ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് പാലെടുക്കുക. ഞാൻ ഇത്തിരി ഫ്രഷ് ക്രീമും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുട്ടയാണ്. മുട്ടയുടെ മഞ്ഞ മാത്രമേ എടുക്കാൻ പാടുള്ളൂ, വെള്ളക്കരു മാറ്റി വെക്കണം. ഞാനിവിടെ പോയി കഴിഞ്ഞാലും എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണമാണെങ്കിൽ അതിൻ്റെ റെസിപ്പി ഞാൻ ചോദിച്ചിട്ട് വാങ്ങാറുണ്ട്. അപ്പോൾ ഞാൻ ഇത് കഴിച്ചത് ഏകദേശം ഒരു 8-10 വർഷങ്ങൾക്ക് മുമ്പാണ്. എൻ്റെ ഒരു ബംഗാളി സുഹൃത്തിൻ്റെ വീട്ടിൽ ഞാൻ മുന്നറിയിപ്പൊന്നുമില്ലാതെ പെട്ടെന്നൊരു ദിവസം ഞാൻ കയറി ചെന്നു. അപ്പോൾ അവൾ എനിക്ക് വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ട് എൻ്റെ മുന്നിൽ വെച്ച് ഉണ്ടാക്കിയൊരു ഭക്ഷണമാണിത്. അവൾ ഫ്രാൻസിലുണ്ടായിരുന്നപ്പോൾ സ്ഥിരമായിട്ട് കഴിക്കുകയും ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത ഒരു റെസിപ്പിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ചോദിച്ച് ഞാൻ വീട്ടിലിടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രഷ് ക്രീം മാത്രം എടുത്തോളൂ. ഇനിയിപ്പം ഫ്രഷ് ക്രീം കുറച്ചാണെങ്കിൽ അത് രണ്ടും കൂടി ഇതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. അല്ലെങ്കിൽ പാലാണെങ്കിൽ നിങ്ങൾ പാൽ നന്നായിട്ട് കുറേ സമയം കുറുക്കണം. ഇനി നിങ്ങൾക്ക് അങ്ങനെ അത്ര പേഷ്യൻസിൽ ഒരുപാട് സമയം കുറുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക്, മിൽക്ക് മെയ്ഡൊക്കെ പാലിൽ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയാൽ മതി. ബേസിക്കലി അത് കുറച്ചൊരു തിക്കായിരിക്കണം. ഇതാ നമ്മൾ മുട്ടയുടെ മഞ്ഞക്കരു മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊരു വിസ്ക് വെച്ചിട്ട് കടയണം. വിസ്ക് ഇല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് കടഞ്ഞാലും മതി. ഇത് നമ്മൾ ബീറ്ററൊന്നും യൂസ് ചെയ്തിട്ട് പതപ്പിക്കാൻ പാടില്ല. ഇങ്ങനെ വിസ്ക് അല്ലെങ്കിൽ സ്പൂണ് തന്നെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര, നമുക്ക് നല്ല മധുരം ആവശ്യമുണ്ടെങ്കിൽ നന്നായിട്ട് പഞ്ചസാര 4-5 സ്പൂൺ ഇട്ടോളൂ. ഇനി വേണ്ടത് വാനില എസൻസ് ആണ്. ഇനിയിപ്പം വാനില നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഐസ്ക്രീം ഉണ്ടെങ്കിൽ വാനില ഐസ്ക്രീമിൻ്റെ ഒരു 1-2 സ്പൂൺ ഇട്ടാൽ മതി. ഇനി അതും ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫ്ലേവറിങ് ഏജൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏലക്കായോ അങ്ങനെ എന്തെങ്കിലും പൊടിച്ചിട്ടാലും മതി. എന്നിട്ട് ഒന്നുകൂടി ഇതിന് വിസ്ക് ചെയ്യാം. മധുരം കുറവാണല്ലോ എന്നോർത്ത് ഞാൻ കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്തു. നിങ്ങൾക്ക് നല്ല മധുരം നല്ല ഇഷ്ടമുള്ള ആളാണെങ്കിൽ കുറച്ച് നന്നായിട്ട് പഞ്ചസാര ചേർത്തോളൂ. ഇനി ഒരു മീഡിയം ഇതാണെങ്കിൽ നിങ്ങൾ കുറച്ചൊരു 3 സ്പൂണൊക്കെ ഇട്ടാൽ മതിയാവും. ഇനി ഏതെങ്കിലും ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഈ പാലൊന്ന് ചെറുതായിട്ട് കുറുകി വരുമ്പോൾ ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർക്കാം, കുറച്ച് പഞ്ചസാരയും ചേർക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ഫ്രഷ് ക്രീം മാത്രമാണ് വാങ്ങുന്നതെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. കാരണം നന്നായിട്ട് നമ്മളൊരു ക്രീമി ഒരു ടെക്സ്ചറിൽ തന്നെ വരും നിങ്ങൾ ഫ്രഷ് ക്രീം യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അത് മാത്രമാണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങളത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതിയാവും. കൂടുതൽ തിളക്കുകയൊന്നും വേണ്ട. പാലാകുമ്പോൾ കുറച്ച് നന്നായിട്ട് കുറുക്കുക. ഇനി കടഞ്ഞു വെച്ച ആ മുട്ട നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ആ മുട്ടയിലേക്ക് കുറച്ച് ഇളം ചൂടുള്ള പാല് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അത് ഒന്നിച്ചൊരിക്കലും ഒഴിക്കരുത്. അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ മുട്ട കുക്കായി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ മെല്ലെ മെല്ലെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വിസ്ക് വെച്ച് കടഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇങ്ങനെ കപ്പിലേക്ക് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല ഭംഗിയുള്ള പാത്രങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ ഭംഗിയുണ്ടാവും. കഴിക്കുമ്പോഴും നമുക്കൊരു സന്തോഷം അല്ലേ. ഇനി ഇതൊരു ഓവനിലേക്ക് വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓവനിലാണെങ്കിൽ അത് ഹോട്ട് ബാത്തിൽ വെച്ച് വേണം ചെയ്യാൻ. അതായത് ഒരു ട്രേയിൽ ചൂടുവെള്ളം ഒഴിച്ച് അതിൽ വെച്ചിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ. ഇത് ഇഡ്ഡലി തട്ടിലാണെങ്കിൽ ഇപ്പോൾ ഈ കണ്ടതുപോലെ ചെയ്താൽ മതി. അപ്പം നമ്മൾ ഈ പുഡിങ് ഏകദേശം ബേക്ക് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു ജെല്ലി ടെക്സ്ചറാണ്. നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇതായിരിക്കും. ഇനി ഇത് കുറച്ചുകൂടി ടേസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം എടുക്കുക. ഇത് ഞാനിങ്ങനെ തണുപ്പിച്ചിട്ടാണ് എടുത്തേക്കുന്നത്. തണുപ്പിക്കാതെ നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. ഇനിയാണ് അടുത്ത പ്രോസസ്സ്. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് പഞ്ചസാരയിട്ട് നമുക്കത് കാരമലൈസ് ചെയ്യാം. ക്രീം ബ്രൂലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേൺഡ് ക്രീം എന്നാണ് മീനിങ്. അപ്പം ഈ പഞ്ചസാര ഇങ്ങനെ ബേൺ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് ഈ പേര് വന്നിരിക്കുന്നത്.
സാധാരണ ഇവർ ചെയ്യാറ് ഇതിൻ്റെ മീതെ പഞ്ചസാര ഇങ്ങനെ നിറയെ പഞ്ചസാര വിതറിയിട്ട് അതിന് ഒരു ഫയർ ടോർച്ച് വെച്ചിട്ട് അതിനെ ബേൺ ചെയ്തിട്ട് ഏകദേശം കാരമലൈസ് ആക്കും. അതാണ് അതിൻ്റെ റിയൽ മെത്തേഡ്. പക്ഷേ നമുക്കിപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഫയർ ടോർച്ച് വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് നമ്മളത് കാരമലൈസ് ചെയ്തിട്ട് ആ കാരമലൈസ് അതിൻ്റെ ടോപ്പിൽ മുകളിലതാ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു. ഇനിയിപ്പോൾ ഫയർ ടോർച്ച് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്തേക്കും അപ്പോഴാണ് റിയൽ ക്രം ബ്രൂലയുടെ ആ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടുള്ളൂ. അത് നമുക്കിങ്ങനെ സ്പൂൺ കൊണ്ടൊക്കെ ആദ്യം വെക്കുമ്പോൾ തന്നെ ഒരൊച്ച കേൾക്കാം. എന്നിട്ട് നമുക്കതെടുത്ത് കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും കാണുന്നവരെ ബൈ.